Hi everyone, welcome to Disha Academy. ഞാൻ ഐശ്വര്യ. സോ നമ്മുടെ SSC MT എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following is an example of good conductor of electricity? ഈ തന്നിട്ടുള്ളതിൽ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, ഹ്യൂമൻ ബോഡി ഉണ്ട്, എബണൈറ്റ് ഉണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിനകത്ത് ഏതായിരിക്കും ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? പെട്ടെന്ന് കമന്റ് ചെയ്ത് ഏതായിരിക്കും ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്? അതെ, നമ്മുടെ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ സി ആയിട്ടുള്ള ഹ്യൂമൻ ബോഡിയാണ് കേട്ടോ. ഹ്യൂമൻ ബോഡിയാണ് ഈ കൂട്ടത്തിലെ ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ബാക്കി ഓപ്ഷൻസ് ആയിട്ടുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ, ഗ്ലാസ്, എബണൈറ്റ് ഇതൊന്നും തന്നെ ഇലക്ട്രിസിറ്റിയുടെ ഒരു നല്ല കണ്ടക്ടർ അല്ല. അങ്ങനെ പറയാൻ കാരണം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഒരു മെറ്റീരിയലിന് അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ ഫ്രീ ഇലക്ട്രോൺസ് ഒരു മെറ്റീരിയലിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ വേറെ ആറ്റംസ് ഒന്നുമായിട്ട് ബോണ്ട് ചെയ്യാതെ കാണപ്പെടുന്ന ഇലക്ട്രോണുകളെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സബ്സ്റ്റൻസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബോഡിയിലാണ് നമുക്ക് ഈ എന്താ പറയുക ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്നൊക്കെ പറയുമ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഒരു കോവലന്റ് കോമ്പൗണ്ട് ആണ്. വാട്ടർ എന്ന് പറയുന്നത് ഒരു കോവലന്റ് കോമ്പൗണ്ട് ആണ്. ഇതാണ് വെള്ളത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നോർമലി ഡിസ്റ്റിൽഡ് വാട്ടർ എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. പക്ഷേ നമ്മൾ അങ്ങനെയല്ല കേൾക്കുന്നത് അല്ലെ. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ വെള്ളത്തിൽ ചവിട്ടി ഷോക്ക് അടിച്ചു അങ്ങനെയൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്റ്റിൽഡ് വാട്ടർ അല്ല, ഇത് നോർമൽ വാട്ടർ, സീ വാട്ടർ അല്ലെങ്കിൽ ടാപ്പ് വാട്ടർ ഒക്കെ വരുമ്പോൾ അതിനകത്ത് ഒരുപാട് മിനറൽസ് ഓൾറെഡി ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ മിനറൽസിന്റെ പ്രസൻസ് കൊണ്ടാണ് നമ്മൾ അല്ലാതെ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലാതെ നോർമലി കാണുന്ന വെള്ളം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ടാപ്പ് വാട്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ സീ വാട്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. പക്ഷേ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The pH of pure water is. പ്യുവർ വാട്ടറിന്റെ pH എന്താണെന്നുള്ളതാണ് ചോദ്യം. 0 ആണോ, 7 ആണോ, 14 ആണോ, 1 ആണോ? പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ pH സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് pH സ്കെയില് ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണോ അല്ലെങ്കിൽ ബേസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആസിഡ് ആണോ അല്ലെങ്കിൽ ആൽക്കലൈൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ pH സ്കെയിലിന്റെ കാര്യം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സബ്സ്റ്റൻസിനെ എഗെയിൻ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അസിഡിക്, രണ്ടാമത്തേത് ബേസിക്, പിന്നെ അസിഡിക്കും ബേസിക്കും അല്ലാത്ത സബ്സ്റ്റൻസിനെ നമ്മൾ ന്യൂട്രൽ. ഇങ്ങനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത്. അസിഡിക്, ബേസിക്, ന്യൂട്രൽ എന്നിങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ സബ്സ്റ്റൻസിനെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് അസിഡിക്കിലേക്ക് വരുന്നത് എപ്പോഴാണ് നമ്മൾ അസിഡിക്കിലേക്ക് വരിക? നമ്മുടെ സബ്സ്റ്റൻസിന്റെ pH വാല്യൂ 0-നും 7-നും ഇടയിലാവുമ്പോൾ നമ്മൾ അതിനെ പറയും അസിഡിക് സബ്സ്റ്റൻസ്. 0-ക്കും 7-നും ഇടയിലാവുമ്പോൾ നമ്മൾ എന്ത് പറയും? അസിഡിക് സബ്സ്റ്റൻസ് എന്ന് പറയും. 7-നും 14-നും ഇടയിൽ, അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. pH സ്കെയിലിന്റെ വാല്യൂ എവിടം മുതൽ എവിടം വരെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം 0-ക്കും 14-നും ഇടയിലാണ് pH സ്കെയിലിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ 14 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? ബേസിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. 14 ആണെങ്കിൽ ബേസിക് ആണ്. 14 കറക്റ്റ് ഒന്നല്ല, 7-നും 14-നും ഇടയിലാണെങ്കിൽ ബേസിക് ആണെന്ന് പറയാം. അപ്പോ വെള്ളം എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ് അല്ലെ. വെള്ളം എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. അപ്പോ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന്റെ pH എത്രയായിരിക്കും? ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന്റെ pH 7 അല്ലേടാ? ഇതിന്റെ നേരെ നടുക്ക് വരുന്ന അല്ലെ, ഇതിന്റെ നേരെ നടുക്ക് വരുന്ന വാല്യൂ pH 7-ലായിരിക്കും ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് വരിക. സോ പ്യുവർ വാട്ടറിന്റെ pH എന്ന് പറയുന്നത് 7 ആണ്. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും തോറും, അതായത് ഇവിടെ ഇപ്പോൾ 6 ആയിരിക്കും, ഇവിടെ 5 ആയിരിക്കും, 4 ആയിരിക്കും, 3 ആയിരിക്കും, 2 ആയിരിക്കും, 1 ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും തോറും അസിഡിറ്റി എന്ത് ചെയ്യും? അസിഡിറ്റി
ഇൻക്രീസസ്. ഈ 7ൽ നിന്ന് താഴേക്ക് വരുന്തോറും അസിഡിറ്റി കൂടി വരും. ഇപ്പൊ pH 5-നാണോ pH 3-ക്കാണോ കൂടുതൽ അസിഡിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം pH 3-ക്കാണ് കൂടുതൽ അസിഡിറ്റി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? അസിഡിറ്റി കുറഞ്ഞു വരും, അല്ലെങ്കിൽ നമുക്ക് പറയാം ബേസിസിറ്റി കൂടി വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്തോറും ബേസിസിറ്റി കൂടി വരും. ഓക്കെ, ഇപ്പൊ ബേസിസിറ്റി കൂടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ pH 8 ഉണ്ട്, pH 9 ഉണ്ട്. ഏതായിരിക്കും കൂടുതൽ ബേസിക്? ഏതായിരിക്കും കൂടുതൽ ബേസിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റണം കൂടുതൽ ബേസിക് ആയിട്ട് വരുന്നത് കൂടുതൽ pH ഉള്ള ആളാണ്, കൂടുതൽ pH ഉള്ള ആളാണ്. അപ്പോ ഇങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക. pH വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 7 ആണെങ്കിൽ നമുക്ക് അസിഡിക് എന്ന് പറയാം. pH വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ നമുക്ക് ബേസിക് എന്ന് പറയാം. ഇനി pH വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 7 ആണെങ്കിൽ നമുക്ക് അതിനെ ന്യൂട്രൽ എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ 3 കേസുകളാണ് pHന്റെ കാര്യത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് ഓർത്തോളുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തായാലും നമ്മുടെ ആൻസർ പ്യുവർ വാട്ടറിന്റെ pH എന്ന് പറയുന്നത് 7 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ ലോഡ് ആയിക്കോട്ടെ. ഓക്കെ, അതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നമ്മുടെ SSC FTS എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ക്രാഷ് കോഴ്സ് ദിശ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾക്കൊരു ഫൈനൽ റിവിഷൻ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ഈ 3-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, സെപ്റ്റംബർ 3-നും 8-നും ഇടയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓണം ഓഫർ ഉണ്ട്. അപ്പോൾ ഓൾറെഡി കോഴ്സ് ക്രാഷ് ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു ഫീസിലാണ്. ആ ഫീസിൽ നിന്നും നിങ്ങൾക്ക് വീണ്ടും ഒരു 500 റുപ്പീസ് റിഡക്ഷൻ കിട്ടും. അപ്പോൾ വളരെ ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫൈനൽ റിവിഷൻ അല്ലെങ്കിൽ ഇനിയുള്ള സമയം കൊണ്ട് ഒരു പരിധി വരെ നിങ്ങളുടെ സിലബസ് ഒക്കെ നിങ്ങൾ ഇന്ന് കവർ ചെയ്യാൻ സഹായിക്കുന്ന ടൈപ്പ് ഓഫ് കോഴ്സ് ആയിരിക്കും ഇത്. അപ്പോൾ ഈ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്നുകിൽ 7012615062 എന്നുള്ള നമ്പറിലേക്കോ അതല്ലെങ്കിൽ 8075753676 എന്നുള്ള നമ്പറിലേക്കോ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ഈ തന്നിട്ടുള്ളതിൽ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അമ്മീറ്റർ ആണോ, ബാരോമീറ്റർ ആണോ, തെർമോമീറ്റർ ആണോ, അതോ ഹൈഡ്രോമീറ്റർ ആണോ? തന്നിട്ടുള്ളതിൽ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? നമ്മൾ ഫെമിലിയർ ആയിരിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബാരോമീറ്റർ ആണ് അല്ലേ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് ബാരോമീറ്റർ എന്നാണ്. ബാരോമീറ്റർ. ഓക്കെ, അപ്പോൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും അതിന്റെ യൂസും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നു ബാരോമീറ്റർ യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേതാണ് അമ്മീറ്റർ. അമ്മീറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട്, ഒരു സർക്യൂട്ടിലെ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാരോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനും, അമ്മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സർക്യൂട്ടിന്റെ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാനുമാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ബാരോമീറ്റർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അമ്മീറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട്. ഇനി മൂന്നാമത്തേത് വോൾട്ട് മീറ്റർ ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം വോൾട്ട് മീറ്റർ എന്ത് മെഷർ ചെയ്യാനായിരിക്കും? വോൾട്ടേജ് മെഷർ ചെയ്യാൻ. വോൾട്ടേജ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് ആക്ച്വലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓപ്ഷൻ ഇത് രണ്ടും കാണും. ഒന്നുകിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത നാലാമത്തേത് തെർമോമീറ്റർ ആണ്. തെർമോമീറ്റർ അറിയാമായിരിക്കും. തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ. അടുത്തത് ഹൈഗ്രോമീറ്റർ ആണ്. ഹൈഗ്രോമീറ്റർ HYGRO ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഹൈഗ്രോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഹൈഗ്രോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഹ്യൂമിഡിറ്റി, അറ്റ്മോസ്ഫിയറിലുള്ള
ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് സെസിമോഗ്രാഫ് ആണ്. സെസിമോഗ്രാഫ് എന്ന് പറയുന്നത് എർത്ത് ക്വേക്ക് ഡിറ്റക്ട് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും വേണ്ടി, അതായത് ഭൂചലനം നമ്മൾ ഡിറ്റക്ട് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ബാരോമീറ്റർ ഉപയോഗിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ, അമ്മീറ്റർ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ, വോൾട്ട്മീറ്റർ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ, തെർമോമീറ്റർ ടെമ്പറേച്ചർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, സെസിമോഗ്രാഫ് എന്ന് പറയുന്ന എർത്ത് ക്വേക്ക് ഐഡന്റിഫൈ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ, എക്സാമിന് ഉറപ്പായിട്ടും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം തന്നെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻ SI സിസ്റ്റം. SI സിസ്റ്റത്തിൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണോ, വാട്ട് ആണോ, ന്യൂട്ടൺ ആണോ, പാസ്കൽ ആണോ? SI സിസ്റ്റത്തിൽ ഫോഴ്സിന്റെ യൂണിറ്റ്, SI സിസ്റ്റത്തിൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? SI സിസ്റ്റത്തില് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. SI സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. SI സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. SI സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. SI സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ. ഓക്കെ, അപ്പോ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ നമുക്ക് നോക്കാം. ആദ്യം ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല F is equal to ma. നമുക്ക് അറിയാമായിരിക്കും F is equal to ma. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. കുഞ്ഞു പ്രോബ്ലങ്ങൾ ചോദിക്കാം, ഡയറക്റ്റ് ആയിട്ടുള്ള കുഞ്ഞു പ്രോബ്ലങ്ങൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് മാത്രം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കാം ഇവിടെ നിന്ന്. അപ്പൊ അതുകൊണ്ട് ഈ ഏരിയ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് മേ ബി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. സോ F is equal to ma. F is equal to ma. യൂണിറ്റ് നമുക്കറിയാം അല്ലെ, എന്താണ്? ഫോഴ്സ് ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? N എന്ന് പറയുന്ന ടേം വെച്ചിട്ടാണ്. അടുത്ത രണ്ടാമത്തേത് പ്രഷർ ആണ്. പ്രഷർ എന്ന് പറയുന്നത് F/A ആണ്. P ഈക്വൽ ടു F/A. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയാം. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. സോ യൂണിറ്റ് പാസ്കൽ ആണ്. നമ്മൾ PA കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. പാസ്കൽ അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ഇക്വലന്റ് ആണ്. കാരണം ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മുടെ എന്താ പറയാ, പ്രഷറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാസ്കലിന് ഇക്വലന്റ് ആണ്. മൂന്നാമത്തേത് എനർജി അല്ലെങ്കിൽ വർക്ക്. യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ വർക്ക് അല്ലെങ്കിൽ എനർജി എന്ന് പറയുക. ജൂൾ ആണ് യൂണിറ്റ്. ക്യാപിറ്റൽ J കൊണ്ട് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യും. അടുത്ത പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ് പവർ എന്ന് പറയുന്നത്. ജൂൾ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. ജൂൾ പെർ സെക്കൻഡിനെ നമ്മൾ SI സിസ്റ്റത്തിൽ വിളിക്കുന്ന പേരാണ് വാട്ട്. ഇങ്ങനെയും ചോദിക്കാറുണ്ട്. വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഇക്വലന്റ് ആണ്, അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഇക്വലന്റ് ആണ്, ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ പാസ്കൽ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ഇക്വലന്റ് ആണ്. അതുപോലെ തന്നെ വാട്ട് എന്ന് പറയുന്നത് ജൂൾ പെർ സെക്കൻഡിന് ഈക്വലന്റ് ആണ്. ഓക്കെ, അടുത്തത് ഇലക്ട്രിക് ചാർജ് ആണ്. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ടൈം ആണ്. ഇലക്ട്രിക് ചാർജ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം ആണ്. കൂളം നമ്മൾ ക്യാപിറ്റൽ C കൊണ്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. അടുത്തത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/T ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/T ആണ്. ടൈമിന്റെ ഇൻവേഴ്സ് ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. ക്യാപിറ്റൽ Hഉം സ്മോൾ Zഉം കൊണ്ടാണ് നമ്മൾ ഹെർട്സ് എന്ന് പറയുന്ന യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്സിലെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്ന ഒരു സ്ലൈഡാണിത്. ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്തിരിക്കണം കേട്ടോ.
സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് പവർ ഹൗസ് ഓഫ് സെൽ? സെല്ലിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണോ, മൈറ്റോകോൺട്രിയ ആണോ, സൈറ്റോപ്ലാസം ആണോ, റൈബോസോം ആണോ? ആരാണ് പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ ആണ്. മൈറ്റോകോൺട്രിയ ഓപ്ഷൻ ബി ആണ്. അപ്പം ഓരോ സെല്ലിന്റെ ഓർഗനൽസും ചില പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിനകത്ത് ആദ്യം ന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞു, മൈറ്റോകോൺട്രിയ ഓൾറെഡി പവർ ഹൗസ് ഓഫ് സെൽ എന്ന് അറിയപ്പെടുന്നു. ന്യൂക്ലിയസ് ആണെങ്കിൽ അറിയപ്പെടുന്നത് കൺട്രോൾ സെന്റർ ഓഫ് സെൽ എന്നാണ്. ന്യൂക്ലിയസ് അറിയപ്പെടുന്നത് എന്താണ്? കൺട്രോൾ സെന്റർ ഓഫ് സെൽ എന്നാണ്. അപ്പൊ ഈ ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നു. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളത് DNA ആണ്. അപ്പൊ DNA എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. ചില ജീവികളിൽ DNA പുറമെ മറ്റൊരു ജനറ്റിക് മെറ്റീരിയൽ കാണാറുണ്ട്. അതിനെ നമ്മൾ RNA എന്ന് വിളിക്കും. RNA. ഓക്കെ. ഈ വൈറസുകളൊക്കെ പോലെയുള്ള ചില ജീവികളുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്. മെജോറിറ്റി ഓഫ് ദ ജീവികളിലും ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. പക്ഷെ വൈറസ് പോലെയുള്ള ചില ജീവികളുടെ ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. അപ്പൊ RNAയും DNAയും വരുമ്പോൾ കുറച്ച് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ RNAയും DNAയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DNA ആണെന്ന് പറയണം. DNA ആണ് കുറച്ചും കൂടെ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ. അടുത്തത് മൈറ്റോകോൺട്രിയ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, പവർ ഹൗസ് ഓഫ് സെൽ ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ATP എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, നമ്മുടെ സെല്ലിന് എനർജി കൊടുക്കുന്ന ATP എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഓക്കെ. അടുത്തത് റൈബോസോം ആണ്. അറിയപ്പെടുന്നത് പ്രോട്ടീൻ ഫാക്ടറീസ് എന്നാണ്. റൈബോസോം എന്തെന്ന് അറിയപ്പെടുന്നു? പ്രോട്ടീൻ ഫാക്ടറീസ് എന്നറിയപ്പെടുന്നു. ഒബിയസ്ലി പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നു. അടുത്തത് ഗോൾജി അപ്പാരറ്റസ് ആണ്. പാക്കേജിംഗ് സെന്റർ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. സെല്ലിലെ പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കാരണം ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? മോഡിഫൈ സോർട്സ് ആൻഡ് പാക്കേജസ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. നമ്മുടെ സെല്ലിലെ പല പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും ഒക്കെ മോഡിഫൈ ചെയ്യുകയും പാക്ക് ചെയ്യുകയും പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ജോലി ചെയ്യുന്നത് ഗോൾജി അപ്പാരറ്റസ് ആണ്. അടുത്തത് ലൈസോസോം ആണ്. അറിയപ്പെടുന്നത് സൂയിസൈഡൽ വാക്സ് എന്നാണ്. അങ്ങനെ അറിയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിനകത്തുള്ള വേസ്റ്റുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെല്ലിനെ മറ്റേതെങ്കിലും സെല്ലുകൾ അറ്റാക്ക് ചെയ്താൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സ്വന്തമായിട്ട് പൊട്ടിത്തെറിക്കുകയും ഇതിനകത്തുള്ള ആ ഒരു മെറ്റീരിയൽ സ്പ്രെഡ് ആയിട്ട് ആ സെല്ലിനെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പൊ അത് അൾട്ടിമേറ്റ്ലി സെല്ലിന്റെ നല്ലതിന്, നമ്മുടെ ആ ഒരു സെല്ല് നശിച്ചാലും നമ്മുടെ ഓവറോൾ നല്ലതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ ഇതിനെ നമ്മൾ ലൈസോസോംസിനെ സൂയിസൈഡൽ ബാഗ്സ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which gas is primarily responsible for the greenhouse effect? Greenhouse effectന് primarily responsible ആയിട്ടുള്ള ഗ്യാസ് ഏതാണ്? ഓക്സിജൻ ആണോ, നൈട്രജൻ ആണോ, കാർബൺ ഡയോക്സൈഡ് ആണോ, ആർഗൺ ആണോ? ഓക്സിജൻ ആണോ, നൈട്രജൻ ആണോ, കാർബൺ ഡയോക്സൈഡ് ആണോ, ആർഗൺ ആണോ? ഈ തന്നിട്ടുള്ളതിൽ പ്രൈമറിലി ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗ്യാസ്. അപ്പൊ ആദ്യം നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണെന്ന് അറിയാം. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ, വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്ന വീടുകളാണ്. അതായത് പ്യുവർ പ്ലെയിൻ ഗ്ലാസ് കൊണ്ട് അതിന്റെ മേൽക്കൂരയും ചുമരുകളും ഒക്കെ ഉണ്ടാക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റിന് നേരെ അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പൊ സൺലൈറ്റ് അകത്തേക്ക് പോകുന്നു, ഭൂമി സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ഭൂമി അബ്സോർബ് ചെയ്തതിന് ശേഷം ഈ സൺലൈറ്റിനെ തിരിച്ച് പുറത്തേക്ക് വിടുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷനുകളായിട്ടാണ്. അപ്പൊ ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഈ ഗ്ലാസ് ഹൗസിൽ നിന്നും തിരിച്ച് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇത് ലൈക്ക് സൂര്യന്റെ പ്രകാശം മൊത്തം അകത്തോട്ട് വന്നു, ആ ചൂട് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആയിട്ടാണ് തിരിച്ച് ഭൂമി എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വിടുന്നത്. പക്ഷെ ആ പുറത്തേക്ക് വിടുന്ന സാധനം ഈ ഗ്ലാസ് ഹൗസിനകത്ത് തന്നെ നിൽക്കും. അപ്പം ഈ ഗ്ലാസ് ഹൗസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം ചുറ്റുപാടിന്റെ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ അതാണ് ഈ തരം ഗ്രീൻ ഹൗസുകളുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ഇതേ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ചില ഗ്യാസുകൾക്ക് നമ്മുടെ എർത്തിന്റെ പുറത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഭൂമിക്ക് ചുറ്റും ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ഒരു കവചം പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള ചില ഗ്യാസുകളുടെ അളവ് കൂടുന്നത് കൊണ്ട് ഇതേ പ്രോസസ്സ് സംഭവിക്കും. അതായത് സൺലൈറ്റ് മൊത്തം അകത്തേക്ക് വരും, ഭൂമി അതിനെ ഫുൾ അബ്സോർബ് ചെയ്യും, തിരിച്ച് ഭൂമി ഈ അബ്സോർബ് ചെയ്യുന്ന ചൂടിനെ
IR റേഡിയേഷൻസ് ആയിട്ട് പുറത്തു വിടും. പക്ഷെ പുറത്ത് വിടുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യില്ല, തിരിച്ച് പുറത്തേക്ക് പോയില്ല. ഇത് അവിടെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ നിൽക്കുകയും നമ്മുടെ ഓവറോൾ എർത്തിന്റെ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കും. ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കാരണം നമ്മൾ പറഞ്ഞു നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ആർട്ടിക് അന്റാർട്ടിക് റീജിയൻസിലെ ഐസ് ക്യാപ്പുകൾ മെൽറ്റ് ആവുന്നുണ്ട്, സീ ലെവൽ ഇൻക്രീസ് ആവുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്ക് മറ്റു ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ നോക്കാം. അടുത്തത് മീഥെയിൻ ആണ്. മീഥെയിൻ CH4 എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അടുത്തത് നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ N2O ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഓസോൺ അല്ലെങ്കിൽ O3 എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അടുത്തത് വാട്ടർ വേപ്പർ. ഇത് നിങ്ങൾ ഓർക്കണം, പലപ്പോഴും ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറയുമ്പോൾ ആൾക്കാർ വാട്ടർ വേപ്പർ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ വാട്ടർ വേപ്പർ ഒബിയസ്ലി ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. പക്ഷെ വാട്ടർ വേപ്പറിനെ നമ്മളൊരു കൺസേൺ ആയിട്ട് കാണാത്തതിന്റെ കാരണം അത് അറ്റ്മോസ്ഫിയറിൽ അധികം സമയം നിൽക്കില്ല അല്ലെ. ഇപ്പൊ എത്ര വാട്ടർ വേപ്പർ എർത്തിൽ നിന്ന് മുകളിലേക്ക് പോയാലും അത് മേഘമായി മഴയായി തിരിച്ചു പെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വാട്ടർ വേപ്പറിനെ നമ്മളൊരു കൺസേൺ ആയിട്ട് എടുക്കാറില്ല. പക്ഷെ ഒബിയസ്ലി വാട്ടർ വേപ്പർ എന്ത് തന്നെയാണ്, ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് തന്നെയാണ്. പിന്നെ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അല്ലെങ്കിൽ CFCs എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കണം, ഓസോൺ പാളി അല്ലേ, നമ്മുടെ ഭൂമിക്ക് ചുറ്റുമുള്ള ഓസോൺ പാളി അതിന് ചെറിയ ഹോൾസ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാവാൻ കാരണം ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. അപ്പൊ ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് കാരണം ഓസോൺ പാളിയിൽ വിള്ളലുകൾ ഉണ്ടാവുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് എർത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അത് കാരണം ആൾക്കാർക്ക് ക്യാൻസർ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുകയാണ് ചെയ്യുന്നത്. ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് റെഫ്രിജറന്റുകളായിട്ട്, അതായത് കുറച്ച് തണുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഫ്രിഡ്ജിലും നമ്മുടെ ടി വി അല്ല AC യിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഗ്യാസ് ആണ്. ഇപ്പൊ നമ്മൾ അതിന്റെ യൂസ് ഓൾമോസ്റ്റ് കുറച്ചിട്ട് വേറെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സിലേക്ക് മാറിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് ബേർഡ്സ് ഈസ് കോൾഡ് മൈക്കോളജി, ഓർണിത്തോളജി, ഫൈക്കോളജി ആൻഡ് എറ്റമോളജി. ഈ തന്നിട്ടുള്ളതിൽ സ്റ്റഡി ഓഫ് ബേർഡ്സ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്റ്റഡി ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓർണിത്തോളജി ആണ് അല്ലെ. സ്റ്റഡി ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ഓർണിത്തോളജി ആണ്. അപ്പൊ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ബ്രാഞ്ചസ് ഓഫ് ബയോളജി നോക്കി പോവാം. അപ്പോൾ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബോട്ടണി ആണ്. പ്ലാന്റുകളെ പറ്റി, മരങ്ങളെ പറ്റി പഠിക്കുന്ന പഠനശാഖ ബോട്ടണി ആണ്. സ്റ്റഡി ഓഫ് ആനിമൽസ് ജനറലി പറയും സുവോളജി. ജനറലി എല്ലാ പ്ലാന്റ്സിനെ പറ്റി പഠിക്കുന്നതും ബോട്ടണി, എല്ലാ അനിമൽസിനെ പറ്റി പഠിക്കുന്നതും സുവോളജി. മൈക്രോ ബയോളജി എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി പഠിക്കുന്ന പഠനശാഖയാണ് മൈക്രോ ബയോളജി. മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ പോലെയുള്ള മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഓർഗാനിസത്തിനെ പറ്റി പഠിക്കുന്ന പഠനശാഖ മൈക്രോ ബയോളജി. മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി പഠിക്കുന്നു. അടുത്ത ജെനറ്റിക്സ് ആണ്. ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഹെറിഡിറ്റിയെയും വേരിയേഷനെയും പറ്റി പഠിക്കുന്ന പഠനശാഖയാണ്. ഹെറിഡിറ്റി എന്ന് പറയുമ്പം പാരമ്പര്യം അല്ലെ, നമ്മളെ കാണാൻ അച്ഛനെയും അമ്മേനെയും പോലെയാണ്, അമ്മയുടെ അതേ മുടിയാണ്, അച്ഛൻ്റെ അതേ കണ്ണാണ്, ഇങ്ങനെ പറയില്ലേ, ഇതിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയാം. ഈ ഹെറിഡിറ്റിയെ പറ്റിയും അതുപോലെ വേരിയേഷനെ പറ്റിയും അല്ലെ, നമുക്ക് നമ്മുടെ പാരന്റ്സിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ പറയാറല്ലോ, നല്ലൊരു അച്ഛനും അമ്മയാണ്, മോൻ ഇങ്ങനെ ആയി പോയല്ലോ അല്ലെ, ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ ആ ഡിഫറൻസിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒരേ സമയം നമ്മുടെ പാരന്റ്സിൽ നിന്നും ഡിഫറെന്റുമാണ്, അതേ സമയം നമുക്ക് നമ്മുടെ പാരന്റ്സുമായിട്ട് സിമിലാരിറ്റിയും ഉണ്ട്. അപ്പൊ ഈ ഹെറിഡിറ്റിയെയും വേരിയേഷനെയും പറ്റി പഠിക്കുന്ന പഠനശാഖയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ജെനറ്റിക്സ്. അടുത്ത എക്കോളജി. എക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ദെയർ എൻവിറോൺമെന്റ്. ഒരു ജീവിക്ക് ആ ജീവിയുടെ ചുറ്റുപാടുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുന്ന പഠനശാഖയാണ് എക്കോളജി. അതായത് ഞാൻ ഒരു ജീവനുള്ള ജീവിയാണ്, അപ്പൊ എനിക്ക് ജീവിക്കാൻ വേണ്ടി എന്നെ സഹായിക്കുന്ന മറ്റു ജീവികളുണ്ട്, മറ്റു മനുഷ്യന്മാരുണ്ട്, മനുഷ്യന്മാരല്ലാതെ മറ്റു ജീവികളുണ്ട്. അത് മാത്രമല്ല എയർ, വാട്ടർ, സോയിൽ ഇതെല്ലാം തന്നെ എനിക്ക് ജീവിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ അങ്ങനെ ജീവിക്കാൻ സഹായിക്കുന്ന, നമ്മളെങ്കിൽ ഒരു ജീവിക്ക് ആ ജീവിയും മറ്റു ജീവികളും അതിന്റെ എൻവയോൺമെന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കാൻ സഹായിക്കുന്ന പഠനശാഖയാണ് നമ്മൾ എക്കോളജി എന്ന് പറയാം. അടുത്തത് ഫിസിയോളജി ആണ്.
ഫിസിയോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ഫങ്ഷൻസ് ആൻഡ് പ്രോസസ് ഓഫ് ലിവിങ് ഓർഗാനിസം. നമ്മളൊരു ജീവിയുടെ ബോഡിയിലെ ഫങ്ഷൻസിനെയും പ്രോസസ്സുകളെ പറ്റിയൊക്കെ പഠിക്കുന്ന പഠനശാഖയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിയോളജി എന്ന് പറയാം. ഫിസിയോളജി എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ഫൈക്കോളജിയാണ്. ഫൈക്കോളജി, ഫൈക്കോളജി, PHY, ഫൈക്കോളജി സ്റ്റഡി ഓഫ് ആൽഗെ ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആൽഗെ. ആൽഗയെ പറ്റി പഠിക്കുന്ന പഠനശാഖ ഫൈക്കോളജി. അങ്ങനെയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള ടേം ആണ് മൈക്കോളജി, MYCO, മൈക്കോളജി. മൈക്കോളജി എന്ന് പറയുന്നത് ഫംഗസുകളെ പറ്റി പഠിക്കുന്ന പഠനശാഖയാണ്. ആൽഗയെ പറ്റി പഠിക്കുന്നത് ഫൈക്കോളജി, ഫംഗസുകളെ പറ്റി പഠിക്കുന്നത് മൈക്കോളജി. അടുത്തത് എൻറ്റമോളജി ആണ്. എൻറ്റമോളജി, എൻറ്റമോളജി എന്ന് പറയുന്നത് ഇൻസെക്റ്റുകളെ പറ്റിയിട്ട് പഠിക്കുന്ന പഠനശാഖയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ സി? വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന അസുഖം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന അസുഖം ഏതാണ്? വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന അസുഖം നമുക്കറിയാം അല്ലേ? നമ്മൾ MTS സീരീസിൽ തന്നെ മുന്നേ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന അസുഖം സ്കർവി ആണ്. റിക്കറ്റ്സ് എന്ന് പറയുന്നത് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നു. നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയുന്നത് വിറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നു അല്ലേ? ഗോയിറ്റർ എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നത്? അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് തള്ളി വരിക ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖം. ഓക്കെ, സോ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു ടേബിൾ ഉണ്ട്, ഞാൻ ജസ്റ്റ് പറയാം. വിറ്റമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതുപോലെ തന്നെ സിറോഫ്താൽമിയാണ് ഉണ്ടാക്കുന്നത്. ബി കോംപ്ലക്സ് ബെറിബെറി, പെല്ലഗ്ര, പെർണീഷ്യസ് അനീമിയ, ചീലോസിസ്, ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വിറ്റമിൻ സി സ്കർവി ഉണ്ടാക്കുന്നു. വിറ്റമിൻ ഡി റിക്കറ്റ്സ് ഉണ്ടാക്കുന്നു. വിറ്റമിൻ ഇ ഇൻഫെർട്ടിലിറ്റി, അതുപോലെ തന്നെ മസ്കുലർ വീക്ക്നെസ് ഒക്കെ ഉണ്ടാക്കുന്നു. വിറ്റമിൻ കെ എന്ന് പറയുന്നത് എക്സസീവ് ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നു. ഇവരുടെയൊക്കെ കെമിക്കൽ നെയിമും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. വിറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. വിറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരും. അതിനകത്ത് B1 എന്ന് പറയുന്നത് തയമിൻ ആണ്. B2 എന്ന് പറയുന്നത് റൈബോഫ്ലാവിൻ ആണ്. B3 എന്ന് പറയുന്നത് നിയാസിൻ ആണ്. B5 എന്ന് പറയുന്നത് പാൻറ്റോത്തീനിക് ആസിഡ് ആണ്. B6 എന്ന് പറയുന്നത് പിരിഡോക്സിൻ ആണ്. B7 ബയോട്ടിൻ ആണ്. B9 ഫോളിക് ആസിഡ് ആണ്. B12 എന്ന് പറയുന്നത് കൊബാലമീൻ ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ. അതുകൊണ്ടാണ് ഒരുപാട് സമയം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പൊ വിറ്റമിൻ സി അസ്കോർബിക് ആസിഡ്, വിറ്റമിൻ ഡി കാൽസിഫെറോള്, വിറ്റമിൻ ഇ ടോക്കോഫെറോള്, വിറ്റമിൻ കെ ഫില്ലോക്വിനോൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ പാസ്കൽസ് ലോ ആണ്. ഓക്കെ, അതായത് ഒരു ചെറിയ ഏരിയ ഓഫ് ഫ്ലൂയിഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ അതുപോലെ തന്നെ അത് ട്രാൻസ്ഫർ ചെയ്ത് ഒരു വലിയ ഏരിയയിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫിസിക്സിലെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വരുന്ന ഒരു സിമ്പിൾ റൂൾ ആണിത്. ദ പ്രഷർ അപ്ലൈഡ് ഓൺ എ ഫ്ലൂയിഡ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം ഇസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡിറക്ഷൻസ്. പാസ്കൽസ് ലോ ആണ് കേട്ടോ. ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ആണ് നമ്മൾ യൂഷ്വലി ഈ പർപ്പസിന് ഉപയോഗിക്കുന്നത്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അടുത്തത്, ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് അവൈലബിൾ ഓൺ എർത്ത്. എർത്തിലുള്ള ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഏതാണ്? ഗോൾഡ് ആണോ, പ്ലാറ്റിനം ആണോ, ഡയമണ്ട് ആണോ, ക്വാർട്സ് ആണോ? എർത്തിലുള്ള ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഏതാണ്? ഓക്കെ, സോ എർത്തിലുള്ള ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഡയമണ്ട് ആണ്. ഡയമണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കാർബണിന്റെ ആലോട്രോപ്പ് ആണ്. കാർബണിന്റെ ആലോട്രോപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? ഡയമണ്ട് എന്ന് പറയുന്നത് ഒരു നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കട്ടി കൂടിയ സബ്സ്റ്റൻസ് ആണ് ഡയമണ്ട്. അടുത്ത ഗോൾഡ് എന്ന് പറയുന്നത് ഹൈലി മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. അതായത്
മാലിയബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു മെറ്റലിനെ അടിച്ചു പരത്താൻ എത്രത്തോളം ഒരു തിൻ ഫോയിൽ ആക്കാൻ പറ്റും എന്നുള്ളതാണ് മാലിയബിലിറ്റി. എത്രത്തോളം വലിച്ചു നീട്ടാൻ പറ്റും എന്നുള്ളതാണ് ഡക്റ്റിലിറ്റി. അപ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ള മാലിയബിലിറ്റിയും ഹയസ്റ്റ് ആയിട്ടുള്ള ഡക്റ്റിലിറ്റിയും കാണിക്കുന്ന ഒരു എലമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഗോൾഡ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് മാലിയബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി കാണിക്കുന്ന എലമെന്റ് ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പ്ലാറ്റിനം ഗോൾഡ് എന്നൊക്കെ പറയുന്നത് കമ്പാരിറ്റീവ്ലി അൺറിയാക്റ്റീവ് ആയിട്ടുള്ള സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് ഒക്കെ റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞ എലമെന്റ്സ് ആണ്. നമ്മൾ നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന എലമെന്റ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ MTS വേണ്ടിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. നമ്മൾ മാക്സിമം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ക്രാഷ് കോഴ്സ്, അതിന്റെ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് ഒബ്വിയസ്ലി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. നിങ്ങളുടെ ഫൈനൽ സ്കോർ ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് GKക്കും ഇംഗ്ലീഷിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ക്രാഷ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പഠിക്കാനായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹാപ്പി ലേണിംഗ്. ബൈ.